ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ബഹിരാകാശത്തു കഴിയുന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും മാർച്ച് 19 ഭൂമിയിലേക്ക്. നാസയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. മുൻപ് ഏപ്രിൽ തിരിച്ചെത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അതാണ് ഇപ്പോൾ നേരത്തെയാക്കിയിരിക്കുന്നത്. സ്പേസ് എക്സിന്റെ ക്രൂ 10 ദൗത്യത്തിനായുള്ള ഷെഡ്യൂളിലെ മാറ്റങ്ങളാണ് സുനിതയുടെ മടങ്ങിവരവിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ഈ മാസം വിക്ഷേപിക്കാൻ നിശ്ചയിച്ചിരുന്ന ക്രൂ 10 ദൗത്യം വിമാനത്തിനായി ഉദ്ദേശിച്ചിരുന്ന പുതിയ ഡ്രാഗൺ ക്യാപ്സ്യൂളിലെ സാങ്കേതിക പ്രശ്നം കാരണം വിക്ഷേപണം മാർച്ചിലേക്ക് മാറ്റിവെച്ചതാണ് ഏറ്റവും അടുത്ത് അവരുടെ വരവിനെ വൈകിപ്പിച്ചത്. നേരത്തെ ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ പേടകത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് വില്യംസിനും വിൽമോറിനും തിരിച്ചുവരവ് അസാധ്യമായത്. യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ +2 വിദ്യാർത്ഥിയെ മലപ്പുറം വേങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 കൊമേഴ്സ് വിദ്യാർത്ഥി മലപ്പുറം മാങ്ങാട്ടുപുലം കോങ്ങാട്ടു വീട്ടിൽ അബ്ദുൾ റാഷിദാണ് പോലീസ് പിടിയിലായത്. പറപ്പൂർ വീണാലുക്കൽ ചെമ്മുക്കൽ ഷുഹൈബിനെയാണ് ആക്രമിച്ചത്. വെള്ളിയാഴ്ച രാത്രി 9ഓടെയാണ് സംഭവം. ഷുഹൈബ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് വരവെ പിന്തുടർന്ന പ്രതി ആളെ ഉറപ്പുവരുത്തിയ ശേഷം കത്തി ഉപയോഗിച്ച് കഴുത്തിൽ വെട്ടുകയായിരുന്നു. വെട്ട് തടുത്തതോടെ ഇരു കൈകൾക്കും പരിക്കേറ്റു. തുടർന്ന് ഷുഹൈബിന്റെ കാലിലും വെട്ടി. രക്തം വാർന്നൊഴുകിയ ഷുഹൈബ് വീട്ടിലേക്ക് ഓടിക്കയറി. ഓടിക്കൂടിയ നാട്ടുകാർ ഷുഹൈബിനെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയ ഷുഹൈബിനെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിനു ശേഷം കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ പ്രതിയെ വേങ്ങര പോലീസിന് കൈമാറി. അബ്ദുൾ റാഷിദിനെതിരെ വധശ്രമത്തിന് വേങ്ങര പോലീസ് കേസെടുത്തു. റാഷിദിന് ഷുഹൈബിനോടുള്ള പകയ്ക്ക് കാരണമെന്തെന്ന് റാഷിദും മറിച്ച് ഷുഹൈബും പോലീസിന് സൂചന നൽകിയിട്ടില്ല. പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി. ബാംഗ്ലൂരിലെ വിഷ്ണുജിയുടെ ആത്മഹത്യയിൽ റിമാൻഡിലുള്ള ഭർത്താവ് പ്രഭിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സാണ് പ്രഭിൻ. ഈ ജോലിയിൽ നിന്നാണ് ഇയാളെ ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തത്. 2023 മെയ്യിലാണ് വിഷ്ണുജയും എളങ്കൂർ സ്വദേശി പ്രഭിനും തമ്മിലുള്ള വിവാഹം നടന്നത്. സൗന്ദര്യം കുറവാണെന്നും ജോലിയില്ലെന്നും സ്ത്രീധനം കുറഞ്ഞുപോയെന്നും പറഞ്ഞ് വിഷ്ണുജയെ ഭർത്താവ് പീഡിപ്പിച്ചിരുന്നതായി കുടുംബം ആരോപിക്കുന്നു. പകുതി വില 2 വീലർ തട്ടിപ്പിൽ നിർണായക വെളിപ്പെടുത്തലുകളുമായി മുഖ്യപ്രതി അനന്തകൃഷ്ണൻ. സായിഗ്രാമം ഡയറക്ടർ അനന്തകുമാർ 2 കോടി രൂപ വാങ്ങിയെന്നും കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് 46 ലക്ഷം രൂപ നൽകിയെന്നും അനന്തുവിന്റെ മൊഴി. പണം വകമാറ്റിയ മുഖ്യപ്രതി പലയിടത്തും ഭൂമിയും വാങ്ങിക്കൂട്ടി. സായിഗ്രാമം ഡയറക്ടർ അനന്തകുമാർ 2 കോടി രൂപ വാങ്ങിയെന്നാണ് പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തകൃഷ്ണൻ പോലീസിൽ നൽകിയ മൊഴി. മൂവാറ്റുപുഴ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതിയുടെ നിർണായക വെളിപ്പെടുത്തൽ. പണമിടപാട് സംബന്ധിച്ച് ബാങ്ക് രേഖകളും വാട്സ്ആപ്പ് ചാറ്റുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ചില നേതാക്കൾ സ്റ്റാഫുകളുടെ അക്കൗണ്ടിലേക്കാണ് പണം കൈപ്പറ്റിയത്. തെളിവുകൾ കൂടി നിരത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. NGO കോൺഫെഡറേഷനിൽ നിന്നും പണം വകമാറ്റിയ മുഖ്യപ്രതി പലയിടത്തും ഭൂമി വാങ്ങിക്കൂട്ടി. 5 സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങി. തൊടുപുഴ മുട്ടത്ത് 85 ലക്ഷം രൂപയ്ക്ക് 50 സെന്റ് സ്ഥലം വാങ്ങി. കുടയത്തൂരിൽ 40 ലക്ഷം രൂപയ്ക്ക് 2 സ്ഥലം വാങ്ങിയത്. കുടയത്തൂരിൽ 50 സെന്റിന് അഡ്വാൻസ് നൽകി ഈരാറ്റുപേട്ടയിൽ 23 സെന്റ് സ്ഥലം വാങ്ങി. ഇതുകൂടാതെ 1.5 കോടി രൂപ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. അനന്തുവിന്റെ കമ്പനിയായ പ്രൊവിഷണൽ ഇന്നൊവേഷൻ സർവീസിനു വേണ്ടി നാഷണൽ NGO കോൺഫെഡറേഷന്റെ ബൈലോ ഭേദഗതി ചെയ്ത് 6ാമത്തെ പോയിന്റായിട്ട് CSR ഫണ്ട് വിനിയോഗിക്കാമെന്ന് എഴുതി ചേർത്താണ് പണം വകമാറ്റിയത്. ഏതായാലും ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം ശക്തമായി തന്നെ തുടരുകയാണ്. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.